AK ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റും. തോമസ് കെ തോമസ് മന്ത്രിയാകും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ശരത് പവാർ അംഗീകരിച്ചിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് AK ശശീന്ദ്രൻ എത്തുമെന്നും സൂചനയുണ്ട്. PC ചാക്കോയെ മാറ്റും. വിവരങ്ങളുമായി VV അരുൺ ചേരുകയാണ്. അരുൺ, ഏറെക്കാലമായി NCPയെ ഉലച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അത് ദേശീയ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ രമ്യമായി പരിഹരിക്കാനായിട്ടുണ്ടോ? ഒരു ധാരണ NCP ഉണ്ടായിട്ടുണ്ട്. അതിപ്രകാരമാണ് തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് വരും. AK ശശീന്ദ്രൻ 2 തവണ മന്ത്രിയായ ആളാണ്. പിണറായി മന്ത്രി 2 മന്ത്രിസഭകളിലും അംഗമായ ആളാണ്. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് മാറ്റണം, പകരം മറ്റൊരു MLA ആയ തോമസ് കെ തോമസിനെ കൊണ്ടുവരണം. ഇതായിരുന്നു PC ചാക്കോ നേതൃത്വം നൽകുന്ന വിഭാഗത്തിൻ്റെ ആവശ്യം. അത് ശശീന്ദ്രൻ വളരെ നാൾ ചേർത്ത് നിന്നു. പക്ഷേ ദേശീയ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന നിലപാട് സ്വീകരിച്ചുകൂടി എന്ന ചോദ്യമാണ് ഇന്ന് മുംബൈയിലെ കൂടിക്കാഴ്ചയിൽ AK ശശീന്ദ്രൻ മുൻപാകെ വച്ചത്. പാർട്ടി അധ്യക്ഷൻ പറഞ്ഞാൽ തീരുമാനം അംഗീകരിക്കാമെന്ന് AK ശശീന്ദ്രൻ മറുപടി നൽകി. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തും മാറ്റമുണ്ടാകണം. അതായത് സംസ്ഥാന പാർട്ടി പദവികളിലും മാറ്റമുണ്ടാകണം. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയാണ്. PC ചാക്കോ NCPയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. സുപ്രിയ സുലെയാണ് മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ്. അങ്ങനെ 2 പദവി ഒരാൾ വഹിക്കുന്നത് NCPയുടെ ഭരണഘടനാ പ്രകാരം ശരിയല്ല. മാത്രമല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുമുമ്പ് വയനാട്ടിലും ചേലക്കരയിലും പാലക്കാടുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കും. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തൊരു പൂർണ്ണസമയ പ്രസിഡന്റ് NCPക്ക് വേണം. അതുപോലെ ദേശീയ തലത്തിൽ വർക്കിംഗ് പ്രസിഡന്റും പൂർണ്ണ സജ്ജനായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വർക്കിംഗ് പ്രസിഡന്റും വേണം. അങ്ങനെ മന്ത്രിസ്ഥാനത്ത് ശശീന്ദ്രനെ മാറ്റുകയാണെങ്കിൽ NCP അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിന് നൽകണമെന്ന ആവശ്യമാണ് ശശീന്ദ്രൻ വിഭാഗം മുന്നോട്ട് വച്ചത്. അതിനും ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഏകദേശ അനുകൂല നിലപാട് സ്വീകരിച്ചാണ് അറിയുന്നത്. ഇപ്പോൾ ഒരു ധാരണയെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ. കാരണം അത് തീരുമാനമായി ശരത് പവാർ ഇന്ന് പാർട്ടിയുടെ നേതാക്കളെ 3 പേരാണ് കാണാൻ പോയത്. NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, മന്ത്രി AK ശശീന്ദ്രൻ, കുട്ടനാട് MLA തോമസ് കെ തോമസ്, 3 പേരോടും ഒരു തീരുമാനമായത് ശരത് പവാർ അറിയിച്ചിട്ടില്ല. പകരം ഈ ഒരു ഫോർമുല ശരത് പവാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത ശേഷം പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം അറിയിക്കാമെന്ന മറുപടിയാണ് ഈ നേതാക്കൾക്ക് ശരത് പവാർ നൽകിയത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും CPI നേതൃത്വവുമായും ശരത് പവാർ ചർച്ച നടത്തും. ഒരുപക്ഷെ ദേശീയ നേതൃത്വവുമായി ആ വഴിയാകാം ചർച്ച നടത്തുന്നത്. മുഖ്യമന്ത്രിയുമായും ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ശശീന്ദ്രൻ വിഭാഗവും അക്കാര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം തേടണം. കാരണം മുഖ്യമന്ത്രിയാണ് മന്ത്രിസഭയിലേക്ക് ഒരാൾ മാറിയാൽ പകരം ഒരാളെ കൊണ്ടുവരണമോ എന്ന ഒരു പാർട്ടിക്ക് നിർദ്ദേശിക്കാമെങ്കിലും അത് അനുമതി നൽകേണ്ടത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടി ചർച്ച ചെയ്യണം. ശശീന്ദ്രൻ ഇപ്പോഴൊരു വിശ്വാസമുണ്ട്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശശീന്ദ്രനെ മാറ്റുന്നതിനോട് യോജിക്കില്ല. അത് ശശീന്ദ്രനോടുള്ള അടുപ്പം മാത്രമല്ല, തോമസ് കെ തോമസിനോട് അദ്ദേഹം മന്ത്രിയാവുന്നതിനോട് മുഖ്യമന്ത്രിക്ക് അത്ര താല്പര്യമില്ല എന്നാണ് പൊതുവിൽ കരുതുന്നത്. മാത്രമല്ല, ഈ 3.5 വർഷം പിന്നിട്ട സമയത്ത് ഒരു മന്ത്രി മാറ്റം കൂടി CPM ആഗ്രഹിക്കുന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് NCPക്ക് ഒരു മന്ത്രിസ്ഥാനം മുന്നണി നൽകിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ അവർക്ക് പിൻവലിക്കാം. പിന്നീട് അത് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് മുന്നണിയാണ്. മുന്നണി കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അങ്ങനെ പറയാൻ കാരണം മുന്നണിക്ക് മുൻപിൽ മറ്റൊരു പാർട്ടി കൂടി RJD കൂടി ശക്തമായി മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. എല്ലാ ഒരു MLA എങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ അന്ന് മന്ത്രിസ്ഥാനം നൽകാതെ മാറ്റിയത് KP മോഹനെയാണ്. അന്ന് അദ്ദേഹം ലോക് താന്ത്രിക് ജനതാദളിന്റെ പ്രതിനിധിയായിരുന്നു. ഇന്ന് ആ പാർട്ടി RJD എന്ന പുതിയ ദേശീയ പാർട്ടി രചിച്ച് RJD ആയാണ് അറിയപ്പെടുന്നത്. ഒരു ദേശീയ പാർട്ടിയാണ് അവരും. അതുകൊണ്ട് തന്നെ അവർക്ക് മന്ത്രിസ്ഥാനം നൽകണം. ഇരട്ട നീതി പാടില്ല എന്ന വലിയ വിമർശനം നേരത്തെയൊക്കെ മുന്നണി യോഗത്തിലടക്കം മന്ത്രിസഭാ പുനഃസംഘടന വന്ന സമയത്ത് മുന്നണി യോഗത്തിലടക്കം RJD ഉന്നയിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായ ഒരു മന്ത്രിസ്ഥാനം ഒഴിവരുമ്പോൾ RJD വീണ്ടും അവകാശവാദം ഉന്നയിക്കും. അത് മുന്നണി തർക്കമായി മാറും. അതുകൊണ്ടാണ് മുന്നണി തീരുമാനിക്കട്ടെ എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ശശീന്ദ്രന്റെ ആത്മവിശ്വാസം തന്നെയാണ്. പക്ഷേ അരുൺ, അത് ഒരുപക്ഷെ MLA സ്ഥാനം രാജിവെക്കുമെന്നൊക്കെയുള്ള ഒരു ഭീഷണി ഉയർത്തിയ ഘട്ടത്തിൽ ആ നിലയിലേക്കൊക്കെ ചർച്ച പോകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതല്ലാത്ത ഒരു ഫോർമുലയിലേക്ക്, ഒരു ധാരണയിലേക്ക് NCP എത്തിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അധ്യക്ഷ പദവി നൽകിക്കൊണ്ട് ഉള്ള ഒരു തീരുമാനം, അവിടെ കൂടി മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. മന്ത്രിസ്ഥാനം ഒഴിയുന്ന ശശീന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നത്. PC ചാക്കോ ഈ തീരുമാനങ്ങളോട്, ഈ മാറ്റത്തോടൊക്കെ അനുകൂലമായി തന്നെയാണോ പെരുമാറുന്നത്? ഇന്നലെ പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്നത് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞതാണ്. അഭിപ്രായ വ്യത്യാസമില്ല എന്നത് പറഞ്ഞതാണ്. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി സമ്മതത്തോടെ, അറിവോടെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ധാരണ, പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ, മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാതെ ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ധാരണ എന്നത് വേണമോ നമ്മൾ ഇതിനെ കാണാൻ?
NCPയിൽ നേരത്തെ രണ്ട് പക്ഷമുണ്ടായിരുന്നു. അത് AK ശശീന്ദ്രനും PC ചാക്കോയും അടങ്ങുന്ന ഔദ്യോഗിക വിഭാഗവും അതുപോലെ തന്നെ തോമസ് കെ തോമസിന്റെ അനുകൂലികളും അദ്ദേഹവും ഒരു വിഭാഗം. പക്ഷേ പിന്നീട് ആ ഫോർമുല വലിയ മാറ്റം വന്നു. PC ചാക്കോ AK ശശീന്ദ്രനെ വിട്ട് തോമസ് കെ തോമസിനൊപ്പം ചേർന്നു. അവിടെ ഇപ്പോൾ പറയുന്നത് നേരത്തെ പാർട്ടിയിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം കാലങ്ങളായി NCPക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ അത് ശശീന്ദ്രനൊപ്പം നിൽക്കുന്നു. എന്നാൽ പുതുതായി കുറേ ആളുകളെ ജില്ലാ പ്രസിഡന്റുമാരടക്കം കുറേ പേരെ PC ചാക്കോ വന്ന ശേഷം പാർട്ടിയിലേക്ക് കൊണ്ടുവന്നു, ചിലർ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ആ വിഭാഗം പൂർണ്ണമായും തോമസ് കെ തോമസിനൊപ്പമാണ്. അങ്ങനെ വരുമ്പോൾ തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന ആളാണ് PC ചാക്കോ. അദ്ദേഹം ആ നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ പൊതു നിലപാടെന്ന രീതിയിൽ ശരത് പവാർ മുമ്പാകെ വച്ചത്. പക്ഷേ അത് ശശീന്ദ്രനും കൂട്ടുന്നത് അംഗീകരിക്കുന്നില്ല. സംസ്ഥാന നേതൃത്വ നിലപാടല്ലാതെ അത് തോമസ് കെ തോമസിൻ്റെയും ചാക്കോയുടെയും അവർക്കൊപ്പം വന്ന ചില പുതിയ ആളുകളുടെ മാത്രം തീരുമാനമാണ്. സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന ഭാരവാഹി യോഗം സംസ്ഥാനത്തെ ജനറൽ ബോഡി വിളിച്ചാൽ അതിൽ 400 പേർ പങ്കെടുക്കുന്ന ജനറൽ ബോഡിയാണ്. അതിൽ 300-ലേറെ പേരുടെ പിന്തുണ തനിക്കാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പാർട്ടിയുടെ ഭൂരിപക്ഷ അഭിപ്രായം ശശീന്ദ്രൻ തുടരണമെന്നുള്ളതാണ്. അങ്ങനെ തർക്കം വന്നപ്പോഴാണ് ഈ ഒരു ഫോർമുലയുമായി ദേശീയ നേതൃത്വം കൂട്ടി തുടരുക. ഇപ്പോൾ ശ്രീ NP ചേക്കുട്ടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ NP ചേക്കുട്ടി, NCPയിൽ ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തർക്കം കീറാമുട്ടിയായി തുടരുകയായിരുന്നു. പലതരത്തിലുള്ള ഭീഷണികൾ, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും എന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതിപ്പോൾ മന്ത്രിസ്ഥാനം ശശീന്ദ്രൻ ഒഴിയുന്നു. പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുള്ള ഒരു ധാരണയാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ദേശീയ നേതൃത്വത്തിൽ പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഇതാണോ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ? അങ്ങനെയാണെങ്കിൽ മന്ത്രിസ്ഥാനം സംരക്ഷിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ NCPക്ക് കഴിയുമോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഇത് ചെറുകിട പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സ്വാഭാവികമാണ്. അപ്പൊ ആ നിലയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കടുംപിടുത്തവും ഒരു സമ്മർദ്ദവും ഇത്തരം ചെറിയ പാർട്ടികളിൽ വളരെ സാധാരണയായി നടക്കുന്നതാണ്. അപ്പൊ സ്ഥാനമാനങ്ങൾ വെച്ച് മാറിയിട്ട് ഒരാൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു, മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ആൾക്ക് മറ്റ് പദവികൾ കൊടുക്കുന്നു. ഈ തരത്തിൽ മാത്രമേ അവർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ. ഇത് എത്രത്തോളം പ്രായോഗികമായിട്ട് നിലനിൽക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ NCP പോലുള്ള ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങൾക്കിടയിൽ വലിയ വേരോട്ടമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്ന കക്ഷികളാണ്. അതിന്റെ ഒരു CPM-ന്റെ കരുത്തിലാണ് ഈ കക്ഷികളിൽ അധികം പേരും ജയിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് ഇത്തരത്തിലുള്ള സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള കടുംപിടുത്തം കൂടി വരുമ്പോൾ മുന്നണിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ അവരത് പരിഹരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മുന്നണിക്ക് വളരെ നല്ലതായിരിക്കും. മറ്റു പല പ്രശ്നങ്ങൾക്കിടയിൽ ഈ ഒരു തലവേദന കൂടി ഉണ്ടായിരിക്കുന്നത് വലിയ പ്രശ്നമായതുകൊണ്ട് ആ പ്രശ്നത്തിന് അവർ പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായും എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ധാരണ ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ പറയേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇനിയായിരിക്കും നടക്കുക. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരു ധാരണയിൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചാൽ പോലും അതൊരു ശാശ്വത പരിഹാരമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇതിപ്പോൾ രണ്ട് പക്ഷങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ്, അധികാര വടംവലിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. നേരത്തെ ശശീന്ദ്രൻ പക്ഷത്തിനൊപ്പം ആയിരുന്നു എങ്കിൽ പോലും PC ചാക്കോ പിന്നീട് തോമസ് കെ തോമസിനൊപ്പം നിൽക്കുകയും അങ്ങനെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടന്നൊരു പിടിവലിയാണ്. അധ്യക്ഷ സ്ഥാനം ലഭിച്ചാൽ ശശീന്ദ്രൻ പക്ഷത്തിന് നഷ്ടമില്ലാതെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും? അതോ ഇതിലൊരു മുൻതൂക്കം മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നതിലൂടെ മറുപക്ഷത്തിന് വരികയും മറ്റുള്ളവർ അസ്വസ്ഥരായി തുടരാനും ഒക്കെയുള്ള സാഹചര്യമുണ്ടോ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം PC ചാക്കോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ചാക്കോയെ ദേശീയ നേതൃത്വത്തിൽ കൊണ്ടുപോകും, മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നൽകുമോ, ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ പാർട്ടി വിശദീകരിക്കേണ്ടതാണ്. സാധാരണ നിലയിൽ ഒരു സ്ഥാനത്തു നിന്ന് ഒരാളെ മാറ്റിയിട്ട് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾ എങ്ങോട്ട് പോകും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതൊരു അക്കാര്യത്തിൽ എന്താണ് അവരുടെ പൊസിഷൻ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് ഒരുപക്ഷെ അത്തരത്തിൽ ദേശീയ നേതൃത്വത്തിൽ മെച്ചപ്പെട്ട പദവികൾ കൊടുത്തുകൊണ്ട് ചാക്കോ അടക്കമുള്ള ആളുകളെ സന്തോഷിപ്പിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുമായിരിക്കും. എന്താണ് വിഷയം എന്നുള്ളത് അറിയാത്ത കാലത്തോളം നമുക്ക് ഇത് ഇപ്പൊ പെട്ടെന്ന് തീരുവോ അല്ല വീണ്ടും പ്രശ്നങ്ങൾ ആവുമോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരി, വളരെ നന്ദി ശ്രീ NP ചേക്കുട്ടി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ധാരണ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ്. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇവിടെ
PC ചാക്കോ അധ്യക്ഷ പദം ഒഴിയുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ച്, ആ പക്ഷത്തെ സംബന്ധിച്ച് ഒരു നഷ്ടമായി തന്നെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങൾ, മന്ത്രിസ്ഥാനം ഒരു കാരണവശാലും ഒഴിയില്ല എന്ന നിലപാടെടുത്ത ശശീന്ദ്രനെ ഈ വിഷയം ദേശീയ നേതൃത്വത്തിൽ എത്തിച്ച് അനുനയിപ്പിച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നത് അവരുടെ ഒരു വിജയവുമായി കൂടി കാണാവുന്നതാണ്. ഈ ധാരണ പ്രശ്നങ്ങളില്ലാതെ പാർട്ടി മുന്നോട്ട് പോകുന്നതിലേക്ക് നയിക്കുമോ? പരസ്പരം ആർക്കും നഷ്ടമോ അല്ലെങ്കിൽ നേട്ടമോ അവകാശപ്പെടാനില്ലാത്ത തരത്തിലാണോ പ്രശ്നപരിഹാരം വരുന്നത്? പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ തോമസ് കെ തോമസിന് ഇത് വലിയൊരു നേട്ടമായി തന്നെ കാണണം. കാരണം കുട്ടനാട് എം എൽ എ സ്ഥാനത്ത് വന്ന ശേഷം അദ്ദേഹം ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു ധാരണയില്ല നിലപാടിലായിരുന്നു PC ചാക്കോ ശശീന്ദ്രനും ഒക്കെ ഒരുമിച്ച് നിന്നത്. അങ്ങനെ 2.5 വർഷം എന്നൊരു ധാരണ ഒരു തലത്തിലും സ്വീകരിച്ചില്ല. ദേശീയ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തീരുമാനിച്ചിട്ടില്ല. ശരത് പവാറും ഒരു ഘട്ടത്തിൽ അങ്ങനെ 2.5 വർഷം എന്ന ധാരണ ഇല്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിനുശേഷം ശശീന്ദ്രനും PC ചാക്കോയും തമ്മിൽ അകലുന്നിടത്താണ് തോമസ് കെ തോമസിൻ്റെ വഴി തുറന്നത്. സ്വാഭാവികമായും അങ്ങനെ ശശീന്ദ്രനെ ഒപ്പം നിന്ന PC ചാക്കോ മാറുന്നതോടുകൂടി തോമസ് കെ തോമസ് അദ്ദേഹം വീണ്ടും മന്ത്രിസ്ഥാനം എന്ന ആവശ്യമായി രംഗത്ത് വരികയായിരുന്നു. അതിന് ചാക്കോ അനുകൂലിക്കുകയായിരുന്നു. അവിടെയാണ് വീണ്ടും ഒരു സാധ്യത അദ്ദേഹത്തിന് തുറന്നു വന്നത്. അതാണിപ്പോൾ ഏറെക്കുറെ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം എന്ന ഒരു മോഹത്തിലേക്ക് എത്താനുള്ള വഴി കൂടി കൂടുതൽ സുഗമമാക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമാണെന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു. ആ ധാരണ NCPയുടെ ഒരു ആവശ്യം മാത്രമാണ്. കാരണം NCPക്ക് സർക്കാർ രൂപീകരണ വേളയിൽ NCPക്ക് ഒരു മന്ത്രിസ്ഥാനം CPM ഓഫർ ചെയ്യുന്നു. അവർ ഒരു ആളെ AK ശശീന്ദ്രനെ, മുൻ മന്ത്രിയെ വീണ്ടും ആ സ്ഥാനത്തേക്ക് അവർ നിർദ്ദേശിക്കുന്നു. അദ്ദേഹം 3.5 വർഷം മന്ത്രിയായി തുടരുന്നു. പിന്നീട് അവർ മന്ത്രിയെ പിൻവലിച്ചാൽ, അതാണ് മുഖ്യമന്ത്രി PC ചാക്കോ അടക്കം പറഞ്ഞത്, ഇടതുമുന്നണി NCPക്ക് ഒരു മന്ത്രിയെ തന്നു. ആ മന്ത്രിയെ NCP പിൻവലിക്കുമ്പോൾ അത് അവരുടെ കാര്യമാണ്. പക്ഷെ പിൻവലിച്ച് വീണ്ടും അവർക്ക് തന്നെ മന്ത്രിയെ നൽകണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണി എന്ന് പറയുമ്പോൾ അത് PM സുരേഷ് ബാബു NCP പ്രതിനിധി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുരേഷ് ബാബു, ചില ധാരണകൾ ദേശീയ നേതൃത്വത്തിന്റെ അവർ മുൻകൈയെടുത്ത് നടത്തിയ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ധാരണ അനുസരിച്ച് ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നു, സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത് സ്ഥിരീകരിക്കത്തതാണോ? എനിക്കിപ്പോ ചാനലിൽ നിന്നുള്ള വിവരം മാത്രമേ ഉള്ളൂ. നേതാക്കന്മാര് ബോംബെയിലുണ്ട്. അവരുടെ ആരെയും ടെലിഫോണിൽ കിട്ടാൻ ശ്രമിച്ചിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഈ തരുണത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ അശക്തനാണ്. ഇതിപ്പോ ഒരു പിളർപ്പിലേക്കൊക്കെ പോകുമോ എന്ന വലിയ രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്ന സമയത്താണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്ന ചർച്ചയിൽ അത് ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. അത് ആശ്വാസകരമാണോ? ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആശ്വാസകരമാണ്. പിളർപ്പിലേക്കൊക്കെ പോകുന്നു എന്ന് വരുന്ന അതാണെങ്കിൽ അത് നിരാശാജനകവുമാണ്. ഇപ്പോൾ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് നൽകിക്കൊണ്ട് അധ്യക്ഷ പദവിയിലേക്ക് AK ശശീന്ദ്രൻ എത്തിയാൽ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഒരു ഇൻബിൽറ്റ് അറേഞ്ച്മെന്റ്സ് പാർട്ടിക്കകത്തുണ്ടല്ലോ. അതുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കോളും. അതൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ എന്തായാലും അത് മുന്നോട്ട് പോകും. അതല്ല, ധാരണയില്ലാതെ ഏതെങ്കിലും ഒരു ബുൾഡോസർ സിസ്റ്റം ആണെങ്കിൽ അത് ഇത്തിരി സംഘടനാ രംഗത്ത് പ്രയാസകരമായിരിക്കും. അത്രയോ. ശരി, എന്തായാലും ധാരണയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷ നൽകുന്നതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഔദ്യോഗികമായി കാര്യങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അറിയുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ കിറാമുട്ടിയായിരുന്ന പ്രശ്നമാണ് NCPയെ സംബന്ധിച്ച് ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കം. അതിൽ ശരത് പവാറിനിപ്പോൾ AK ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ ആയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിഷയം ദേശീയ നേതൃത്വത്തിന്റെ മുന്നിലെത്തിച്ച് അത് പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചും ആയിരിക്കുന്നു. താൽക്കാലികമായി എങ്കിലും ഒരു ധാരണ ഈ വിഷയങ്ങളിലൊക്കെ ഉടലെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിൽ